ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്താണ് സൺസ്ക്രീമും മോയ്സ്ചറൈസിങ് ക്രീമും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ഫൗണ്ടേഷനാണ് കേട്ടോ. ഫൗണ്ടേഷൻ എടുത്തു, എൻ്റെ മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. മുഖത്തിട്ടു, അടുത്ത കഴുത്തിലിട്ടു. അത് കഴിഞ്ഞിട്ട് എന്താണ്, സ്പോഞ്ച് വെച്ച് ജസ്റ്റ് ഒന്ന് സ്മച്ച് ചെയ്ത് സെറ്റാക്കി എടുക്കുവാണ്. നന്നായിട്ട് സെറ്റാക്കി എടുക്കുവാണ്. നമുക്ക് ഓവറായിട്ട് തോന്നരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അത് വർക്കൗട്ട് ആവുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, നിങ്ങളാണ് കമൻറ്റ് ചെയ്യാനുള്ളത് ഓരോന്നും. അത് കഴിഞ്ഞ് ഞാൻ എന്താ കോമ്പാക്ട് പൗഡർ എടുക്കുവാണ്. കോമ്പാക്ട് പൗഡർ എടുത്ത് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ കണ്ണിന് താഴേക്ക് നല്ല കറുപ്പുണ്ട് കേട്ടോ. അത് എങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് യഥാർത്ഥ ഐ ഷാഡോ ആണ് ഇടാനുള്ളത്. എൻ്റെ കയ്യിൽ ഐ ഷാഡോ ഉണ്ട്, പക്ഷേ ലൈറ്റ് കളർ ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എന്താണ്, ഇപ്പോൾ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് ഐ ഷാഡോ പോലെ ഇട്ട് സെറ്റായി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലഷായിട്ട് ഞാൻ കവിളിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്ലഷായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതും എന്താണ്, നന്നായിട്ട് സെറ്റാക്കി ടച്ച് ചെയ്ത് എടുത്ത് സെറ്റാക്കി വരുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ഐലൈനർ തന്നെയാണ്. നമുക്ക് കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ പെൺകുട്ടികൾക്കും കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ആ കൂട്ടത്തിലുള്ള വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വേറെ എന്ത് മറന്നില്ലെങ്കിലും കണ്ണെഴുതുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കണ്ണെഴുതത്തില്ലെങ്കിൽ അത് വീട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരുങ്ങിയെടുത്ത് നിൽക്കാറില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ കണ്ണൊക്കെ എഴുതി, രണ്ട് കണ്ണും എഴുതി, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ചിലരൊക്കെ എഴുതുന്ന കാണാൻ ഭയങ്കര ലുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പല പെൺകുട്ടികളും കണ്ണെഴുതുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത്രത്തോളം ലെവലിൽ എനിക്ക് എഴുതി എത്താൻ പറ്റത്തില്ല. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ മസ്കാര എടുത്ത് രണ്ട് കണ്ണിലുമായിട്ട്, കണ്ണിന് താഴെയും മുകളിലുമായിട്ടൊക്കെ എന്താണ് ഞാൻ അപ്ലൈ ചെയ്യണം. പീലിയിൽ അപ്ലൈ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി കണ്ണ് ഒന്ന് ഫോട്ടോസിൽ എടുത്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ അടുത്ത ലിപ്സ്റ്റിക്ക് ഒരു ലൈറ്റ് ഷെയ്ഡാണ് എൻ്റെ കയ്യിൽ. ഇതാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഷെയ്ഡ്. അപ്പോൾ ഇത് ഇട്ടിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. കാര്യം എന്തോ അങ്ങോട്ട് ലൈറ്റ് ഷെയ്ഡ് എനിക്ക് പിടിക്കുന്നില്ല, സാരി ആയതുകൊണ്ട്. അപ്പോൾ കുറച്ചും കൂടി എടുത്ത് വയ്ക്കാനായിട്ട് ഞാൻ കുറച്ചും കൂടെ കടുത്ത കളർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ടും എനിക്കെന്തോ അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും ശരിയാവുന്നില്ല. പിന്നെ എൻ്റെ കയ്യിലിരുന്നത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തിരുന്ന, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു മെറൂൺ കളർ ഷെയ്ഡും കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഓക്കെ, കുഴപ്പമില്ല എന്ന് തോന്നി. പിന്നെ അതിനുശേഷം എന്താണ്, നമ്മൾ പിരിയുമൊക്കെ ഒന്ന് നന്നായിട്ടില്ല, ജസ്റ്റ് ഞാൻ ടച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഭയങ്കരമായിട്ട് വരയ്ക്കുന്നില്ല. കാര്യം ഭയങ്കരമായിട്ട് വരച്ചാൽ ഭയങ്കര എറിച്ച് നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിരികം വരയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഹെയർ സ്റ്റൈലിങ് ഞാൻ ഇപ്പോൾ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെയും ഞാൻ വേറൊരു രീതിക്ക് തലേന്ന് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ എൻ്റെ പ്ലാനിങ്ങിൽ എന്തായാലും ഇതിൽ ഞാനൊന്ന് തെറ്റിയിടാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ തെറ്റിയിട്ടിട്ടുണ്ട്. സൈഡ് പാർട്ടീഷൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ഹംബ് ചെയ്ത് തെറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ബോട്ടോക്സ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഞാൻ തെറ്റിയിടുന്നത്. അങ്ങനെ തെറ്റിയിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തു. ഇനി അടുത്തത് കുങ്കുമം ഇടുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുങ്കുമം ഇടാൻ. അപ്പോൾ കുങ്കുമം ഇടുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്, നമ്മൾ പൂവൊക്കെ വെച്ച് കഴിഞ്ഞു. പൂവൊക്കെ വാങ്ങിച്ച് റെഡി. കുറച്ച് പൂവൊക്കെ വാടിപ്പോയി കേട്ടോ. വാടിയെന്ന് വെച്ചാൽ ഒരുമാതിരി ആയിപ്പോയി. വാടിയതല്ല, അഴുകിയൊക്കെ പോയതുപോലെ ഒരു ഫീലായിരുന്നു. അടുത്തതെന്ന് പറയുന്നത് ഞാൻ ജിമിക്ക ഇട്ടിരുന്നു. ജിമിക്ക കളർ എന്ന് പറഞ്ഞാൽ ഗ്രീനും മജന്ത കളറുമാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. അടുത്തത് ഞാൻ മാലയാണ് ഇടുന്നത് കേട്ടോ. മാല ഫ്ലവർ ടൈപ്പ് മാലയാണ്, മറ്റേ ലോട്ടസ് അല്ല, ഫ്ലവർ ടൈപ്പാണ്. മറ്റേ ഇപ്പോഴത്തെ ഇറങ്ങിയ ആ മാലയുടെ മോഡലാണ്. അപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ഫ്ലവർ ടൈപ്പാണ്. അതും മജന്ത കളർ തന്നെയാണ്. നമ്മുടെ സാരിക്ക് ഏകദേശം ഓക്കെ ആകുന്ന മാലയും കമ്മലുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഓക്കെയാണ്. അങ്ങനെ മാല ഇട്ടു, കമ്മലിട്ടു, പൂവൊക്കെ വെച്ചു, ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഫൈനൽ ലുക്കായി വരികയാണ്. ഇനി നമുക്ക് ഒരു കൈ മാത്രം ഫ്രീ ആയിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ കയ്യിൽ എന്ത് ഇടണം, വള ഇടാനുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ വളയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഗ്രീനും റെഡും ആണ് കേട്ടോ എൻ്റെ വള. മിക്സ് ചെയ്ത് തന്നെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. മജന്ത കിട്ടിയില്ല. പിന്നെ ഇതെൻ്റെ കയ്യിലിരുന്ന വളയായിരുന്നു, മുമ്പുണ്ടായിരുന്ന വളയായിരുന്നു കേട്ടോ, എൻ്റെ കല്യാണത്തിന് മുമ്പ്. അപ്പോൾ ഞാനിപ്പോൾ തടിച്ചതുകൊണ്ട് വളകൾ എനിക്ക് കയറാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ മാത്രമല്ല, ഒരു കയ്യിൽ കയറുമെങ്കിൽ ഒരു കയ്യിൽ കയറത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എനിക്ക് എപ്പോഴും.
അപ്പോൾ ഞാൻ ഒരു കയ്യിലിട്ടു, അടുത്ത കയ്യിലിടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് രണ്ടുമൊക്കെ പൊട്ടിപ്പോയി കേട്ടോ ഗെയ്സ്. കയറുന്നുമില്ല. ഇതെന്താണ് കഷ്ടം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആ കയ്യിലിട്ട ടാസ്ക് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനെല്ലാം കൂടി എടുത്ത് ഇപ്പുറത്തെ കയ്യിലോട്ട് ഇടാമെന്ന് കയറുന്നില്ല, പൊട്ടുന്നു. പൊട്ടി പോവുകയാണ്. അനിയത്തി ഇരുന്ന് ചിരിക്കുവാണ്. എന്ന് വെച്ചാൽ തടിച്ചു, ഇനി ഒരു മാർഗവുമില്ല. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യൂ. അവളുടെ നെറ്റിയിൽ പുലരി കുങ്കുമം, കൈകളിൽ കിലുകിലേ കാറ്റിൻ തരിവള. അവളുടെ നെറ്റിയിൽ പുലരി കുങ്കുമം, കൈകളിൽ കിലുകിലേ കാറ്റിൻ തരിവള. കാൽവിരൽ കൊണ്ടവൾ